ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ലേ? ഇത് കണ്ടോ, ഇത് താമരയുടെ പൂവ് നമുക്ക് അങ്ങനെ നല്ലപോലെ വിരിഞ്ഞു. പിന്നെ ഇത് വെള്ളം ഇതിൻ്റെ മേലെ നിന്നിട്ടാണ് തോന്നുന്നു, മഞ്ഞൊക്കെ പെയ്തിട്ട് മഴയൊക്കെ പെയ്ത് വെള്ളം നിന്നിട്ട് താമരയുടെ പൂവ് താഴത്തേക്ക് കൊഴിഞ്ഞ് ചാടിക്കുക. വെള്ളം നിന്നിട്ട് പൂവിൻ്റെ ഇതളുകളിൽ എന്താ നാളേക്ക് വേറൊരു നല്ല വിരിയാവും. ഒരു മുട്ടതാ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ വ്യൂ. കണ്ടോ, നല്ല മഞ്ഞ. നമുക്ക് കാണുന്നുണ്ടോ എന്താണെന്നറിയില്ല. നല്ലപോലെ മഞ്ഞുണ്ട്. രാവിലത്തെ ഇതാണിത്. ഇതാണ് എൻ്റെ മല്ലികപ്പൂവ്. ഒക്കെ ഇതിന് വെള്ളം ഇതിലൊക്കെ നിന്നിട്ട്, ഇലയിലും പൂക്കളിലൊക്കെ നിന്നിട്ട് വെയിറ്റ് കൂടിയിട്ട് താഴേക്ക് വീണ് കിടക്കുമായിരുന്നു. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു തക്കാളി ചെടിയിലൊരു തക്കാളിയാണ്. ഒരു തക്കാളി ഞാനിപ്പോൾ പറിച്ചെടുത്തു. ഉണ്ടോ, മത്തൻ്റെ പൂവാണിത്. ഇതാ ചെറിയൊരു കിഴങ്ങത മത്തന് ഉണ്ടായി വരുന്നുണ്ട്. കണ്ടോ, വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ചെടിത്തോട്ടങ്ങൾ. കണ്ടിട്ടില്ലേ, കാക്കപ്പൂവ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിറച്ച് തണ്ടായി നിൽക്കുന്നു. പല കളറിലുള്ള കാക്കപ്പൂക്കൾ. ഇത് കണ്ടോ, ഇതൊരു ചീരയാണ്. ഇംഗ്ലീഷ് ചീര അറിയാം. ഞങ്ങളുടെ നാട്ടിലെന്താ പറയുക എനിക്കറിയില്ല. ഇംഗ്ലീഷ് ചീര. ഞാൻ കുറേ പഴച്ചെടികളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഡ്രമ്മ് കിട്ടിയിട്ടില്ല. നട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രമ്മുകൾ കിട്ടിയിട്ടില്ല. ഒരുപാട് പഴച്ചെടികളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതാണ് പിന്നെ കാശിത്തുമ്പ, ഉണ്ടക്കാശിത്തുമ്പയുടെ ചെടികളാണിത്. ഇതിൽ ഒരുപാട് കളറുകളുണ്ട്. പൂ വിരിഞ്ഞിട്ടില്ല. പൂ വിരിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, വെള്ള ഞാവൽപ്പഴത്തിൻ്റെ തൈയാണ് കേട്ടോ. ഇതൊന്നും എനിക്ക് മാറ്റി നടാൻ പറ്റിയില്ല, മേടിച്ച് വെച്ചിട്ടുള്ളൂ. ഇതുണ്ടോ, പപ്പായ ചെടീൻ്റെ മുല്ലച്ചെടിയുടെ പാത്രത്തിലുണ്ടായിട്ടാണ്. ഇതെന്താവും എനിക്കറിയില്ല. ഇതൊന്നും എനിക്ക് പറിച്ച് നടാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ വീട് താമസം ഇതിലേക്ക് മാറിയിട്ട് പുതിയ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. പഴയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് 3-4 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് കൊടുന്ന ചെടികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിരിക്കണമെന്നല്ലാതെ ശരിക്കായിട്ട് ഓർഡറിലായിട്ടില്ല. ഓർഡറിലായിട്ട് വേണം. എന്തൊക്കെയുണ്ട്? വേണ്ട, മഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ഉണ്ടായിരുന്നു. രാവിലെ 6 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതിന് മുൻപ് നല്ലപോലെ മഞ്ഞുണ്ടായിരുന്നു. നമ്മുടെ 10 മണിച്ചെടികളിലത്തേക്ക് പൂക്കൾ ഇപ്പോൾ ആദ്യത്തെ പോലെ പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല. മഴ ആയത് കാരണം പൂക്കൾ കുറഞ്ഞു. അതാ ഇതെന്താ ചെയ്യുക? ഇത് വെട്ടിക്കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. മഴക്കാലമായാലും അങ്ങനെ വെട്ടിക്കൊടുക്കാനും തോന്നില്ല. വെട്ടിക്കൊടുക്കണം. ഉണ്ടോ, കാക്കപ്പൂവ് നേരത്തെ കാണിച്ചിരുന്നില്ലേ, ആ കാക്കപ്പൂവാണത്.
ആണ് എനിക്ക് ആകെ ഒരൊറ്റ റോസ് ചെടിയുള്ളൂ. ചെറിയ റോസ് പൂവായിട്ടുള്ളത് ആ ചെടിയാണിത്, റോസാണിത്. അതിലൊക്കെ പൂക്കൾ കുറഞ്ഞു, നിറച്ച് പൂക്കളുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഓരോ മൊട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തൊക്കെ ഫോണിൽ ക്ലിയർ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഞാൻ പറയണത് കേൾക്കുന്നുണ്ട്. എനിക്ക് മൈക്കൊന്നുമില്ല. പിന്നെ പഴയൊരു ഫോണാണ്, 4-5 കൊല്ലമായി മേടിച്ചിട്ട്. അന്നുള്ള ഫോണാണ്. നമുക്ക് കാണുന്നതൊക്കെ ക്ലിയർ ഉണ്ടോയെന്നറിയില്ല. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. ഞാൻ എൻ്റെ അറിയുന്നത് പോലെ അങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് കണ്ടിരിക്കണം നിങ്ങൾ? ഞൊട്ടങ്ങ, എന്താ അതിന് പറയുക? ഞൊട്ടങ്ങ എന്നു തോന്നുന്നു പറയുക, എനിക്കറിയില്ല എന്താ പറയുന്നത്. പിന്നെ ഗോൾഡൻ ബെറി എന്ന് പറയുന്നേക്കാം ഇതിന് ഇംഗ്ലീഷിൽ, ഗോൾഡൻ ബെറി. അതുണ്ട് എൻ്റെ ചെടിച്ചട്ടിയിൽ. പിന്നെ ഇത് കണ്ടിരിക്കണം നിങ്ങൾ? ഇതൊരു മരുന്നാണ്, മൂത്രക്കല്ലിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ്. ഷുഗറിന് പറ്റുന്നൊക്കെ പറയുന്നേക്കാം. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, എന്തായതാണെന്നറിയില്ല. ഇതൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. എന്തൊക്കെ ഗൈസ്? ശരി, ഓക്കെ.